RSS അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് ബംഗളൂരുവിൽ തുടക്കമായി. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും സർക്കാരിവാഹ ദത്താത്രേയ ഹൊസബളയും ഭാരതമാതാ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് 3 ദിവസത്തെ ബൈഠക്കിന് തുടക്കം കുറിച്ചത്. ശതാബ്ദി പൂർത്തീകരണ വർഷത്തിലെ പ്രവർത്തനങ്ങൾക്ക് ബൈഠക്കിൽ രൂപം നൽകും. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്ത് നാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, എത്രത്തോളം വർണ്ണശബളമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്? വിഷ്ണു, RSSന്റെ 3 ദിവസത്തെ അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് ഇപ്പോൾ ബംഗളൂരുവിൽ തുടക്കമായിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരത് മാതാ ചിത്രത്തിന് മുന്നിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും സർക്കാരിവാഹ ദത്താത്രേയ ഹൊസബളയും പുഷ്പാർച്ചന നടത്തിയതോടെ ബൈഠക്കിന് തുടക്കമായി. പ്രധാനമായും ശതാബ്ദി പൂർത്തീകരണ വർഷത്തിലെ സംഘത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ചാണ് ഈ ബൈഠക്ക് ചർച്ച ചെയ്യുക. ഈ 3 ദിവസത്തെ ബൈഠക്കിൽ വരുന്ന വിജയദശമി മുതൽ വരുന്ന ഒക്ടോബർ മാസത്തിലെ വിജയദശമിയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിന്റെ 100 വർഷം പൂർത്തീകരിക്കുകയാണ്. 10,779 and ശതാബ്ദി പൂർത്തീകരണ വർഷമായി ആചരിക്കുന്നത്. അതിനാൽ ആ സമയത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അഖില ഭാരതീയ പ്രതിനിധി സഭ ചർച്ച ചെയ്യുക. 2 പ്രമേയങ്ങൾ അവതരിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ വ്യക്തമാക്കിയിരുന്നു. ഒന്ന്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 100 വർഷത്തെ ചരിത്രം വിവരിച്ചുകൊണ്ടും സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ ദിശയിലൂടെ സഞ്ചരിച്ചാണ് ഈ വലിയ നേട്ടം, അതായത് 100 വർഷം സംഘം പ്രവർത്തിച്ചത് എന്ന് വരച്ചു കാട്ടുന്ന ഒരു പ്രമേയമാകും ഒന്ന്. മറ്റൊന്ന്, ബംഗ്ലാദേശിൽ അടുത്ത കാലത്ത് നടന്ന ന്യൂനപക്ഷ വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിനും ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്കുമെതിരെ ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ കലാപം, അതേപ്പറ്റി വിശദീകരിക്കുന്നതും അത് തടയാൻ വേണ്ട നടപടികൾ സംബന്ധിച്ചുള്ള രേഖകൾ ചൂണ്ടിക്കാട്ടുന്നതായ മറ്റൊരു പ്രമേയം ഉണ്ടാകും. അങ്ങനെ 2 പ്രമേയം ഈ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ ഉണ്ടാകുമെന്ന് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ വ്യക്തമാക്കി. എന്തായാലും 1500ഓളം പ്രതിനിധികളാണ് രാഷ്ട്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു 3 ദിവസത്തെ ബൈഠക്കിൽ പങ്കെടുക്കുന്നത്. വിഷ്ണു.